എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലർക്കുമുള്ള ഒരു ശീലത്തെക്കുറിച്ചാണ്. എന്തിനും സോറി പറയുന്നത്. ഇതൊരു ബലഹീനതയായിട്ടാണ് പലരും കാണാർ, അല്ലേ? എന്നാൽ ഇതിനു പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എപ്പോഴെങ്കിലും നടന്നു പോകുമ്പോൾ ഒരു കസേരയിലോ മേശയിലോ തട്ടിയിട്ട് അറിയാതെ ആ കസേരയോട് തന്നെ സോറി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം അയ്യോ സോറി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാമല്ലേ? പക്ഷേ ശരിക്കും ഇതിന്റെ പിന്നിൽ വളരെ ആഴത്തിലുള്ള ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. ഈ വിഷയത്തെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യം എന്തുകൊണ്ടാണ് ഈ ശീലം ഒരു തെറ്റിദ്ധാരണയാവുന്നത് എന്ന് നോക്കും. പിന്നെ എങ്ങനെയാണ് അതൊരു അതിജീവന തന്ത്രമായി മാറുന്നത്? നമ്മുടെ ഉത്കണ്ഠയും കുട്ടിക്കാലത്തെ അനുഭവങ്ങളും ഇതിലെന്ത് പങ്കുവഹിക്കുന്നു? അവസാനം ഇത് നമ്മുടെ സെൽഫ് വർത്തുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ പരിശോധിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഈ ശീലത്തെ നമ്മുടെ സമൂഹം സാധാരണയായി എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. പലപ്പോഴും ഇതിനെ ഒരു വ്യക്തിത്വത്തിന്റെ കുറവായിട്ടോ അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമായിട്ടോ ആണ് കാണാറ്. എപ്പോഴും സോറി പറയുന്നവരെ ദുർബലരായിട്ട് കാണുന്ന ഒരു പൊതുവായ ധാരണയുണ്ട്. എന്നാൽ സൈക്കോളജി ഇതിനെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിൽ നിന്നാണ് നോക്കിക്കാണുന്നത്. ഇവിടെയാണ് പ്രധാന പോയിന്റ്. നിങ്ങൾ എപ്പോഴും ക്ഷമ ചോദിക്കുന്നത് ഒരു ബലഹീനത കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറ് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി പഠിച്ചെടുത്ത ഒരു അതിജീവന മാർഗമാണ്. അപകടം പിടിച്ച സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരുതരം പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണിത്. അപ്പോൾ ഇതിനെ ഒരു കുറവായി കാണുന്നതിന് പകരം എന്തുകൊണ്ടാണ് മനഃശാസ്ത്രം ഇതിനെ ഒരു സർവൈവൽ ടാക്ടിക്, അതായത് ഒരു അതിജീവന തന്ത്രമെന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഇത് ചിലപ്പോൾ നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സമൂഹം ഇതിനെ വീക്ക്നെസ്, ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തുമ്പോൾ സൈക്കോളജി പറയുന്നു ഇത് ശരിക്കും ഒരു സംരക്ഷണ പ്രതികരണമാണ് എന്ന്. പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ തലച്ചോർ ഉപയോഗിക്കുന്ന ഒരു സൂത്രപ്പണിയാണിത്. ഇനി അമിതമായി ക്ഷമ ചോദിക്കുന്നതിന് പിന്നിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ കാരണം എന്താണെന്ന് നോക്കാം. അത് ഉത്കണ്ഠയും മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനുള്ള ഒരു താൽപ്പര്യവുമാണ്. നമുക്ക് ഇതിനെ തൽക്കാലം ഉത്കണ്ഠയുള്ള ഒരു സമാധാന പാലകൻ എന്ന് വിളിക്കാം. ഇതിന് കാരണമാകുന്ന ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സുഹൃത്തിന്റെ മുഖഭാവം ചെറുതായിട്ടൊന്ന് മാറുമ്പോഴേക്കും അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ക്ഷമ ചോദിക്കുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാകാം. ഇവരുടെ തലച്ചോറ് എപ്പോഴും മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെക്കുറിച്ച് ഭയങ്കരമായി ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് ദേഷ്യമോ സങ്കടമോ ഉണ്ടാകാൻ ഒരു ചെറിയ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ മതി, ആ സാഹചര്യം ഒഴിവാക്കാൻ നിങ്ങൾ മുൻകൂട്ടി അങ്ങ് ക്ഷമ ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ്. ഈ ശീലത്തിന്റെ വേരുകൾ അത് പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലേക്കാണ് നീളുന്നത്. നമ്മുടെ ഭൂതകാലം ഇന്നത്തെ ഈയൊരു സ്വഭാവത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. കേൾക്കുമ്പോഴൊരു പക്ഷേ പലർക്കും സ്വന്തം ജീവിതവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ പാരന്റിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം മുതിർന്നവരുടെ ഇമോഷണൽ ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇത് പിന്നീട് ജീവിതത്തിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകാനാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ സംഭവിച്ചതിതാണ്, പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വളരുമ്പോൾ ഒരു കുട്ടി മുതിർന്നവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പഠിക്കുന്നു. അതിജീവിക്കാൻ വേണ്ടി സ്വന്തം ആവശ്യങ്ങളെല്ലാം അവഗണിക്കുന്നു. അവസാനം മുതിരുമ്പോൾ ഒരു സഹായം ചോദിക്കുന്നതിനോ സ്വന്തം അഭിപ്രായം പറയുന്നതിനോ പോലും സോറി പറയുന്ന ശീലത്തിലേക്ക് ഇത് നയിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശീലം കാരണം മറ്റൊരാൾ നിങ്ങളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാഡീവ്യവസ്ഥയ്ക്ക് അത് വളരെ അപരിചിതവും അസുഖകരവുമായിട്ട് തോന്നും. കാരണം നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ പരിപാലിച്ചാണ് ശീലിച്ചത്. പരിചരണം നൽകുന്നത് സുരക്ഷിതത്വവും അത് സ്വീകരിക്കുന്നതൊരു ഭീഷണിയുമായിട്ട് നിങ്ങളുടെ ശരീരം കാണാൻ തുടങ്ങുന്നു. ഇത് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. അമിതമായ ക്ഷമ ചോദിക്കുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു സഹായമോ സ്നേഹമോ സ്വീകരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കാരണം അതവർ പഠിച്ചുവച്ച അതിജീവന രീതിക്ക് നേരെ വിപരീതമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആരെങ്കിലും നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കുമ്പോൾ അത്രക്കൊന്നുമില്ല എന്ന മട്ടിൽ നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ച് ഭാരമുള്ള എന്തെങ്കിലും നിങ്ങൾ ചുമന്നുകൊണ്ടു പോകുമ്പോൾ ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞാൽ അയ്യോ സോറി ഞാൻ ബുദ്ധിമുട്ടിച്ചല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ സാധാരണമാണ്. സൈക്കോളജി ഇതിനെ ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി എന്നാണ് വിശദീകരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സഹായവും സ്നേഹവുമൊക്കെ
നിങ്ങൾ അർഹിക്കുന്നതിനപ്പുറമുള്ള ഒന്നാണെന്നും അതിനു പകരമായി എന്തെങ്കിലും തിരികെ നൽകണമെന്നും നിങ്ങൾക്ക് തോന്നും. ഒരു കടം പോലെ. ചുരുക്കി പറഞ്ഞാൽ, സഹായം സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. കിട്ടുന്ന പിന്തുണയൊക്കെ തിരിച്ചടക്കേണ്ട ഒരു കടമായി മാറും. ഒരു തന്നീകളുമില്ലാത്ത സ്നേഹം നിങ്ങളുടെ തലച്ചോറിന് പരിചയമില്ലാത്തതുകൊണ്ട് അത് അസുഖകരമായ ഒരു അനുഭവമായിട്ട് തോന്നും. ഇനി അവസാനമായി, അമിതമായ ക്ഷമാപണത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം സ്വന്തം മൂല്യത്തെ മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ടുള്ള പ്രയോജനവുമായി ബന്ധപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷേ ഇതായിരിക്കാം ഏറ്റവും ആഴത്തിൽ വേരൂന്നിയ വിശ്വാസം. വളരെ ലളിതമായി പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിലയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ മൂല്യവും നിങ്ങളുടെ പ്രയോജനവും തമ്മിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നു. ഈ വിശ്വാസം ശരിക്കും അപകടകരമാണ്. നിങ്ങളൊരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ആ ബന്ധം തകരുമെന്ന് നിങ്ങൾ ഭയപ്പെടും. നിങ്ങളുടെ പ്രയോജനം നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയുമായുള്ള ബന്ധവും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതും. അതുകൊണ്ട് നിങ്ങളിപ്പോഴും നല്ലവനും ഉപകാരിയുമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇതൊക്കെ നിങ്ങൾ അതിജീവിക്കാൻ വേണ്ടി മാത്രം പഠിച്ചെടുത്തൊരു ശീലമാണ്. ആ പഴയ ഭാരം ഇനിയും ചുമക്കേണ്ട ഒരാവശ്യവുമില്ല. അതിൽ നിന്നും പുറത്തുവരാൻ നിങ്ങൾ തീർച്ചയായും യോഗ്യനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അയ്യോ, ഇതെന്റെ കഥയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളിൽ യാതൊരു കുഴപ്പവുമില്ല. ഇത് ഒരുപാട് പേർ അനുഭവിക്കുന്ന, അവർ പഠിച്ചെടുത്തൊരു പ്രതികരണ രീതി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ബാക്കി വയ്ക്കുകയാണ്. ഈ സോറി പറയുന്നത് പോലെ നിങ്ങളറിയാതെ നിങ്ങളുടെ തലച്ചോറ് ദിവസവും ഉപയോഗിക്കുന്ന മറ്റ് അതിജീവന മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.